ഇത് അഡീനിയം ചെടിയിൽ വിത്ത് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം പൊട്ടി കാറ്റത്തോ പറന്നു പോകുമെന്ന് പലരും പറയാറുണ്ട്. ശരിയാണ്, അഡീനിയത്തിൻ്റെ സീഡ് ശരിക്കും അപ്പൂപ്പൻ താടി പോലെ പറന്നു പോകുന്നൊരു വിത്താണ്. അപ്പോൾ വിത്ത് എങ്ങനെയാണ് കളക്ട് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ശരിക്കും നമ്മൾ ലാസ്റ്റ് ടൈം പ്രൂൺ ചെയ്തപ്പോൾ 1-2 വിത്ത് എന്ന് പറഞ്ഞാൽ ആ ബ്രാഞ്ച് മാത്രം മാറ്റി വെച്ചതാണ്. ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ വിത്തിൽ ഇങ്ങനെ റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ, പൊട്ടി പറന്നു പോകാതിരിക്കാനേ. ഒരെണ്ണം കൂടെ ചെയ്യാം. അപ്പം അതുപോലെ മറ്റേ വിത്തിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. യെസ്. അപ്പോൾ അങ്ങനെ നിന്ന് ഈ വിത്ത് ഉണങ്ങട്ടെ, ഉണങ്ങിയതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മൾ നമ്മുടെ അഡീനിയം സീഡിനെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചെടുത്ത് ഇന്നേക്ക് 1 മാസമായി. ഇപ്പോൾ വിത്തിൻ്റെ അവസ്ഥ ഉണ്ടോ, എല്ലാം ഉണങ്ങി ഇങ്ങനെ പൊട്ടി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ പൊട്ടി പറന്നു പോയിരിക്കാൻ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാട്ടോ. അപ്പോൾ നമുക്ക് ഇന്നെന്തായാലും ഈ വിത്തിനെ ഒന്ന് എടുക്കാം കേട്ടോ. ഇപ്പോൾ എടുക്കാനുള്ള സമയമായി. യെസ്, ഇത് രണ്ടും ഞാൻ എടുത്തിരിക്കുകയാണേ. ഇപ്പോൾ ഇതിൻ്റെ ഉൾവശം കാണാത്തവർക്ക് ഉണ്ടെന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാൻ. വേണ്ട, ഇങ്ങനെ അടിയതിൻ്റെ അകത്ത് സീഡിരിക്കുക. നല്ല ഭംഗിയില്ലേ കാണാൻ, കുറേ അധികം ഉണ്ടാവും കേട്ടോ. ഇത് കാണിച്ചു തരാം. ഇത് രസമല്ല, ഇതിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്നല്ലേ, ഇത് മാത്രമാണ് അതിൻ്റെ സീഡ് കേട്ടോ. ഈ ഉള്ളി നടുക്ക് കാണുന്നത്, ബാക്കി ഇത് പറന്നു പോകാനുള്ളൊരു അഡാപ്റ്റേഷനാണ് അതിൻ്റെ. അപ്പോൾ നമ്മൾ ഒരു ചെടിയിൽ നിന്ന് ഇത്രയും സീഡാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇട്ട് കൊടുത്താൽ ഉറപ്പായിട്ടും മുളച്ച് വരും. ഇപ്പോൾ നിങ്ങളുടെ ഡൗട്ട് അഡീനിയം ചെടിയിൽ നിന്ന് എങ്ങനെയാണ് വിത്ത് കളക്ട് ചെയ്യുന്ന ഡൗട്ട് തീർന്നിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.